മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. ഇത് കണ്ടത് ഞാനാണ്. മറ്റുള്ളവർ വിചാരിക്കും, ഓ ഇത്രയും വലിയ നടനോ? ഈ നടന്മാരൊക്കെ വെറും മുഖംമൂടി ഇട്ടേക്കുന്നതാണ്. എല്ലാ നടന്മാരും അല്ല. അതല്ല ഉദ്ദേശം. ഇവരൊക്കെ മുഖംമൂടി ഇട്ടുകൊണ്ട് നടക്കുന്നവരല്ല, കഴുകന്മാരാണ്, കഴുകന്മാര്. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോകുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോ, അയ്യോ ഇയാൾ ഇത്ര വൃത്തികെട്ട മനുഷ്യനാണോ? സത്യം. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര വിഷമമായി. ഞാൻ അന്ന് അവിടുന്ന് പോരാന്ന് തന്നെ വിചാരിച്ചാണ്. ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ എന്റെ കരിയർ കണ്ടിട്ടില്ല. സെറ്റ് ചെയ്യുന്ന ഞാൻ പിറ്റേ ദിവസം ലൊക്കേഷനിൽ പോയില്ല. അന്നേരം ഇദ്ദേഹം വന്നു, എന്താ വരാത്ത? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ വീട്ടിൽ പോകാൻ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. അപ്പൊ എന്താ പറയുന്നറിയാം, മിനു ഇപ്പൊ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇപ്പൊ 2-3 ദിവസം അഭിനയിച്ചല്ലോ. ഇതൊക്കെ ഇനി റീഷൂട്ട് ചെയ്യണമെങ്കിൽ വേറെ ഇനി ചീഫ് സെക്രട്ടറി ഞങ്ങൾ എടുക്കണം. ഇനി റീഷൂട്ട് ചെയ്യുമ്പോഴേക്ക് എത്ര ചെലവാണെന്നറിയാവോ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. മിനു സിംഗിൾ ആയിട്ടുള്ളതല്ല നമ്മൾ ഷൂട്ട് എടുത്താക്കുന്നത്, നമ്മൾ ഗ്രൂപ്പായിട്ടും അങ്ങനെയൊക്കെയാണല്ലോ. മന്ത്രിയുടെ കൂടെ അല്ല, അങ്ങനെ ഒരു കോൺഫറൻസ് ഒക്കെ ആണല്ലോ, മീറ്റിംഗിലാണ് എടുത്താക്കുന്നത്. അപ്പൊ മിനു ചിലപ്പോൾ അതിന്റെ കോമ്പൻസേഷൻ തരേണ്ടി വരുന്നു, പേടിപ്പിച്ചു കളഞ്ഞു. അപ്പൊ പിന്നെയും അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.